വെൽക്കം ടു ലിറ്ററേച്ചർ ഫീഡ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ അപ്രിഷ്യേറ്റിംഗ് പോയട്രി എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ ദ ലാസ്റ്റ് ഡച്ചസ് എന്ന് പറഞ്ഞ പോയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഓഥർ റോബർട്ട് ബ്രൗണിങ്. റോബർട്ട് ബ്രൗണിങ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആൻഡ് വൈഡ്ലി റെഡ് പോയിറ്റ്സ് ഓഫ് ദ വിക്ടോറിയൻ എറ. വിക്ടോറിയൻ എറയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് പോയിറ്റ് ആയിരുന്നു റോബർട്ട് ബ്രൗണിങ്. പിന്നെ ആളുടെ ആ വർക്ക്സൊക്കെ കാലത്ത് ഒരുപാട് ആളുകൾ വായിക്കപ്പെട്ടിരുന്നു, കാരണം അത്രയും പോപ്പുലറായിരുന്നു, ഒരു പബ്ലിക് ഫിഗറായിരുന്നു. സോ ഹി വാസ് ബോൺ ഇൻ ലണ്ടൻ ഇൻ 1812 ലണ്ടനിലാണ് ജനിക്കുന്നത്. ഹി റോട്ട് ഹിസ് ഫസ്റ്റ് പോയം അറ്റ് ദ ഏജ് ഓഫ് 14. 14 വയസ്സിലാണ് ആദ്യത്തെ പോയം എഴുതുന്നത്. സം ഓഫ് ഹിസ് മോസ്റ്റ് സെലിബ്രേറ്റഡ് ഡ്രമാറ്റിക് മോണോലോഗ്സ് ഇൻക്ലൂഡ് മൈ ലാസ്റ്റ് ഡച്ചസ്, ഫ്രാ ലിപ്പോലിപ്പി, പോർഫീരിയസ് ലവർ. ഇതൊക്കെ ആളുടെ കുറച്ചുകൂടി പോപ്പുലറായിട്ട് ആൾ എഴുതിയതിൽ അത്രയും ഹിറ്റായിട്ടുള്ള കുറച്ച് ഡ്രമാറ്റിക് മോണോലോഗ്സ് ആണ്. ബ്രൗണിങ് ഡൈഡ് ഇൻ 1889 ബ്രൗണിങ് മരിക്കുന്നത്. അ ടൈം ഇൻ വിച്ച് ഹി വാസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പോയിറ്റ്സ് ഓഫ് ഇംഗ്ലണ്ട് നെക്സ്റ്റ് വേർഡ്സ്വർത്തിന് ശേഷം അത്രയും പോപ്പുലറായിരുന്ന ഒരു പോയറ്റായിരുന്നു റോബർട്ട് ബ്രൗണിങ് എന്ന് പറയുന്നത്. 1889 ആൾ മരിക്കുന്ന സമയത്ത് ആൾ അത്രയും ഒരു പബ്ലിക് ഫിഗറായിരുന്നു. ആ സമയത്ത് ഭയങ്കര ഇംഗ്ലണ്ടിലെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പോയറ്റായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ആ സമയത്താണ് ആൾ മരിക്കുന്നത്. Few of the major subjects that dominate Browning's poetry are the worlds of love and art and the problems of religious faith and doubt. ആളുടെ പോയട്രിയിൽ മെയിനായിട്ട് വരുന്ന തീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവിനെ പറ്റി, ആർട്ട്, പിന്നെ റിലീജിയസ് ഫെയ്ത്തിൽ വരുന്ന പ്രോബ്ലംസ്, പിന്നെ ഡൗട്ട്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ബേസ് ചെയ്തിട്ടായിരുന്നു ആളുടെ പോയട്രിയുടെ മെയിനായിട്ട് വരുന്ന തീംസ്. ഓക്കെ, സോ ഞാൻ നേരത്തെ ഒരു ഡ്രാമാറ്റിക് മോണോലോഗ് എന്ന് പറഞ്ഞിട്ട് ടേം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ് ഡ്രാമാറ്റിക് മോണോലോഗ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ദ ഡ്രമാറ്റിക് മോണോലോഗ് ഇസ് എ പോയറ്റിക് ഫോം ആൻഡ് നോട്ട് എ ഡ്രമാറ്റിക് ആർട്ട് ഫോം. ഇത് പോയട്രിയിൽ തന്നെ വരുന്ന ഇതൊരു ടൈപ്പ് പോയട്രി തന്നെയാണ്, പക്ഷേ ഡ്രമാറ്റിക് ആർട്ട് ഫോം അല്ല. ഇറ്റ് ഈസ് പാർട്ട് ഡ്രാമ ആൻഡ് പാർട്ട് പോയട്രി. ഡ്രാമയിൽ കുറച്ച് ഡ്രാമയുണ്ട്, ഇപ്പോൾ തന്നെ പോയട്രി ഇൻക്ലൂഡഡ് ആണ്. സോ നൗ ദ പേഴ്സൺ ഹു ഡെലിവേഴ്സ് ദ സ്പീച്ച് ഇസ് മെയ്ഡ് ടു റിവീൽ ഹിസ് ക്യാരക്ടർ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഡ്രമാറ്റിക് മോണോലോഗാണ്, ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ്. സോ അതിലൂടെ ഈ സ്പീക്കർ ആരാണോ ആ പറയുന്ന ആ ഒരു സ്പീച്ചിലൂടെ ആളുടെ ക്യാരക്ടർ റിവീൽ ചെയ്യുകയും ആളുടെ മോട്ടീവ്സ്, ആളുടെ ഉദ്ദേശങ്ങളും ആ മോണോലോഗിലൂടെ അറ്റ് ദ സെയിം ടൈം ഓൾസോ ഗിവിങ് ദ റീഡേഴ്സ് ഗ്ലിമേഴ്സ് ഓഫ് ദ നേച്ചർ ഓഫ് ലിസണർ ആൻഡ് ദ കൈൻഡ് ഓഫ് റെസ്പോൺസ് ഹി ഈസ് ഗിവിങ്. റീഡേഴ്സിന് ലിസണർ ആരാണെന്നും അയാൾ എന്തൊക്കെ രീതിയിലുള്ള റെസ്പോൺസാണ് തിരിച്ച് കൊടുക്കണമെന്നൊക്കെ ഈ ഒരു ഡ്രമാറ്റിക് മോണോലോഗിലൂടെ നമുക്ക് മനസ്സിലാക്കാം. റോബർട്ട് ബ്രൗണിങ് ഈസ് കൺസിഡേർഡ് ടു ബി വൺ ഓഫ് ദ ചീഫ് എക്സ്പോണൻസ് ഓഫ് ദിസ് ഫോം ഓഫ് പോയട്രി. ഈ ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറഞ്ഞ ഫീൽഡിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളായിരുന്നു ഈ റോബർട്ട് ബ്രൗണിങ്. ആൾ അത്യാവശ്യം ഇതുപോലെ 2-3 ഡ്രമാറ്റിക് മോണോലോഗ്സ് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റ് ഡച്ചസ് എന്നൊക്കെ പറഞ്ഞാൽ ആളുടെ തുടക്ക കാലഘട്ടത്തിൽ ആൾ എഴുതിയിട്ടുള്ളൊരു ഡ്രമാറ്റിക് മോണോലോഗാണ്. അതാണെങ്കിൽ അത്രയും ഫേമസും ആയിരുന്നു. പിന്നെ നട്ട്ഷെൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എ മോണോലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പോയട്രി, ഡ്രാമ ആൻഡ് ഫിലോസഫി ഓൾ റോൾഡ് ഇൻ ടു വൺ സിംഗിൾ പീസ് ഓഫ് ആർട്ട്. ഒരൊറ്റ ഒരു ആർട്ട് ഫോമിലൂടെ പോയട്രീനെയും ഡ്രാമേനെയും ഫിലോസഫീനെയും ഒക്കെ കൂടി ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ടൈപ്പ് ആർട്ട് ഫോം, അതാണ് ഡ്രമാറ്റിക് മോണോലോഗ്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഡ്രമാറ്റിക് മോണോലോഗ് എന്താണെന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകട്ടെ. ദ ലാസ്റ്റ് ഡച്ചസ്. Robert Browning's My Last Duchess was published in Dramatic Lyrics in 1842, Dramatic Romances and Lyrics in 1849, and finally in Dramatic Romances in 1863. 3 വർഷങ്ങളിലായിട്ട് റോബർട്ട് ബ്രൗണിങ് ആളുടെ ഓരോ ബുക്കിലൂടെയും പോയട്രി കളക്ഷനിലൂടെയൊക്കെ ഈ ഒരു പോയം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഡ്രമാറ്റിക് മോണോലോഗ്. ഇതൊരു ഡ്രമാറ്റിക് മോണോലോഗ് ടൈപ്പ് ഒരു പോയട്രിയാണ്. The poem attempts to reveal the Duke's character as well as the character of man to whom the Duke is speaking in the poem. So ഇതിലൂടെ ഇതിൻ്റെ സ്പീക്കർ എന്ന് പറയുന്നത് ഒരു ഡ്യൂക്കാണ് സ്പീക്കർ. സോ ആളുടെ ക്യാരക്ടർ എന്താണെന്ന്, ഈ നറേറ്റർ ആരാണെന്നോ സ്പീക്കർ ആരാണെന്നോ റിവീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ലിസണർ ആരാണ്, അയാൾക്ക് എന്താണ് ആവശ്യം, അതിൻ്റെയൊക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. ആരാണ് ഇയാളെ കേട്ടിരിക്കണത്, ഇയാൾ ലിസണർ ആരാണ്, ഇയാൾ ആരാണ്, ക്യാരക്ടർ എന്താണൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, so critics and scholars generally agree that the incident described in the poem has a basis in history, that the Duke is a poetic recreation of Alfonso II, Duke of Ferrara. So 1523 ആ ഒരു കാലഘട്ടത്തിൽ ഒരു ഫെറാറയിൽ ഒരു ഡ്യൂക്ക് ഉണ്ടായിരുന്നു. ആളുടെ അൽഫോൺസോ II എന്നായിരുന്നു അയാളുടെ പേര്.
സോ അൽഫോൺസോ ടൂടെ അയാളുടെ ലൈഫിൽ നടന്നിട്ടില്ല ഒരു ഇൻസിഡൻറ്റിനെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പോയം എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അത് ക്രിട്ടിക്സൊക്കെ അങ്ങനെയാണ് പറയണത്. അതിൽ പറഞ്ഞത് സ്റ്റോറി ഓഫ് ഹൂസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മാരേജ് സിമിലർ ടു ദ സ്റ്റോറി ഓഫ്. സോ അയാൾ ഇതുപോലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മാരേജ് ഇങ്ങനെ ചെയ്തിട്ടില്ല, അത് ഇതായിട്ട് ഒരു സിമിലാരിറ്റി ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. സോ ഹിസ് ഫസ്റ്റ് വൈഫ് ലുക്രേസിയ ഹു ഡൈഡ് പോസിബിളി എ വേർജിൻ അറ്റ് ദ ഏജ് ഓഫ് 17. 17-ാമത്തെ വയസ്സിലാണ് അയാളുടെ ഫസ്റ്റ് വൈഫ് മരിക്കുന്നത്. അണ്ടർ സസ്പീഷ്യസ് സർക്കംസ്റ്റൻസസ് മൈറ്റ് ബി ദ മോഡൽ ഓഫ് ലാസ്റ്റ് ഡച്ചസ്. ഇപ്പോൾ ഈ ലാസ്റ്റ് ഡച്ചസ് മരിച്ച പോലെ തന്നെ ഒരു എന്താ പറയുക അസ്വാഭാവിക മരണം പോലെ അങ്ങനെ അയാളുടെ ഫസ്റ്റ് വൈഫ് മരിച്ചത്. സോ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ലുക്രേസിയ ദ ഡ്യൂക്ക് ഡിഡ് നോട്ട് നെഗോഷിയേറ്റ് ഫോർ ഹിസ് സെക്കൻഡ് മാരേജ് through the agent of court of Tyrol, and this agent, who was a native of Innsbruck, may be the man in the poem to whom the duke is speaking to. So ഇതേപോലെ തന്നെ സെക്കൻഡ് മാരേജിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരു ഏജൻറ്റ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഏജൻറ്റിനോടാണ് പോയത്തിൽ ഇങ്ങനെ ഡ്യൂക്ക് സംസാരിക്കണമെന്നൊക്കെ അങ്ങനെ പറയപ്പെടുന്നുണ്ട്. സോ ആ ഇൻസിഡൻറ്റ് ഇതായിട്ട് കണക്ട് ചെയ്യാണ്. The poem attempts to reveal not only the duke's character but also the character of the epoch to which he belongs. ഇതിലൂടെ ഡ്യൂക്കിൻ്റെ ക്യാരക്ടർ മാത്രമല്ല റിവീൽ ചെയ്യണത്, അതിൻ്റെ ഒപ്പം തന്നെ ആൾ ഏത് പീരീഡ് ഓഫ് ടൈമിലാണ് അല്ലെങ്കിൽ കഥ ഏതൊരു പീരീഡ് ഓഫ് ടൈമിലാണ് നടക്കുന്നതെന്നും കൂടി മനസ്സിലാക്കി തരുന്നുണ്ട്. ഇറ്റ് ഡ്രോസ് അറ്റൻഷൻ ടു ദ നേച്ചർ ഓഫ് ദ ബോണ്ട് ഓഫ് മാരേജ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ ഇറ്റാലിയൻ റിനൈസൻസ്. ആ ഇറ്റാലിയൻ റിനൈസൻസിൻ്റെ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു മാരേജ് ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ബോണ്ട് ഓഫ് മാരേജ് എങ്ങനെയായിരുന്നു, അതിൻ്റെ ഒരു നേച്ചർ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഈ ഒരു ഡ്രമാറ്റിക് മോണോലോഗിലൂടെ നമുക്ക് മനസ്സിലാവും. കാരണം the wife in those days was regarded as the private possession of husband. ഹസ്ബൻഡിന് മാത്രമായിട്ട് കുറച്ചുകൂടി ഒരു ആളുടെ ഒരു എന്താ പറയുക നമ്മളൊരു പൊസസീവ് എന്നൊക്കെ പറയുക, ഹസ്ബൻഡിന് മാത്രമായിട്ട് ഉള്ളൊരു പ്രൈവറ്റ് ഒബ്ജക്റ്റ് പോലെയൊക്കെയാണ് ഒരു വൈഫിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. സംതിങ് ലൈക്ക് ആൻ ഒബ്ജക്റ്റ് ഓഫ് ആർട്ട് ഓർ ആർക്കിടെക്ചർ. The lesson that we draw from the character of the Duke is that wealth, aesthetic appreciation and social status when devoid of love and understanding lead to a dangerous and distorted personality. This is a favorite theme of Browning's, who always emphasizes on the need for love in life. സോ ഇതിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടറെ പറ്റി അങ്ങനെ ഡ്യൂക്കിൻ്റെ ക്യാരക്ടർ പറയുമ്പോൾ ഒരു വെൽത്ത് ആയിട്ടുള്ള ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ഒരാളായിട്ടാണ്. അതിനൊപ്പം തന്നെ ലവ് അണ്ടർസ്റ്റാൻഡിങ് നേരെ ഇല്ലാത്ത കാരണം തന്നെ അതൊരു ഡേഞ്ചറസ് ആയിട്ടൊരു പേഴ്സണാലിറ്റിയിലേക്ക് ആളെ ലീഡ് ചെയ്യാണ്. സോ ഇത് തന്നെയാണ് ബ്രൗണിങ്ങിൻ്റെ ഒരു ഫേവറേറ്റ് തീം എന്ന് പറയുന്നതും. സോ ദ പോയം ഇസ് എൻ എക്സലൻറ്റ് എക്സാമ്പിൾ ഓഫ് ബ്രൗണിങ്സ് കോൺവെർസേഷണൽ സ്റ്റൈൽ. ഒരു കോൺവെർസേഷണൽ സ്റ്റൈലിലാണ് ഈ പോയം എഴുതിയിരിക്കുന്നത്. വാട്ട് സെറ്റ്സ് ദിസ് പോയം അപ്പാർട്ട് ഫ്രം ബ്രൗണിങ്സ് ദ അതർ പോയം ഇസ് എക്കണോമി ഓഫ് എക്സ്പ്രഷൻ ആസ് കമ്പയർ ടു ടീരിയസ് റാംബ്ലിങ്സ് ദാറ്റ് ഈസ് വൺ ഓഫ് ഹിസ് യൂഷ്വൽ ഫീച്ചേഴ്സ്. ബാക്കിയുള്ള പോയിൻറ്റ്സിൽ നിന്ന് ഇതിനെ ഒരു കമ്പയർ ചെയ്ത് ഒന്ന് വേറിട്ട് നിൽക്കാൻ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ എക്കണോമി ഓഫ് എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ വലിച്ചു നീട്ടി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. കുറച്ചുകൂടി ഒരു പ്രിസൈസായിട്ട് ക്ലിയർ ആയിട്ട് എന്ന് വെച്ചാൽ വല്ലാണ്ട് വലിച്ചു നീട്ടാണ്ട് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് തന്നെ ആൾ കാര്യം പറയുന്നുണ്ട്. അതാണ് ആളുടെ ഒരു ഈ ഒരു ഇതിലുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞത് പോയത്തിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ്. ഇനി അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ, വെൻ ദ പോയം ഓപ്പൺസ് വി ഫൈൻഡ് ദ ഡ്യൂക്ക് ടോക്കിംഗ് ടു ദ എൻവോയ് വൈ ഷോയിങ് ഹിം ദ പോർട്രേറ്റ് ഓഫ് ഹിസ് ലാസ്റ്റ് ഡച്ചസ് വിച്ച് വാസ് പെയിൻറ്റഡ് ബൈ ഫ്രാ പാൻഡോൾഫ്. സോ ഈ ഒരു പോയം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാ പാൻഡോൾഫ് പറഞ്ഞിട്ടൊരു പെയിൻറ്റർ, അയാൾ ആ ഒരു ആർട്ടിസ്റ്റ് പെയിൻറ്റ് ചെയ്തിട്ടുള്ള അയാളുടെ ലാസ്റ്റ് ഡച്ചസ് എന്ന് വെച്ചാൽ അയാളുടെ മുന്നേ ആദ്യത്തെ ഭാര്യയുടെ പോർട്രേറ്റ് കാണിച്ചുകൊണ്ട് ഡ്യൂക്ക് ഇങ്ങനെ ഒരാളോട് സംസാരിക്കുകയാണ്. ഹിയർ ദ ഡ്യൂക്ക് ഈസ് നെഗോഷിയേറ്റിംഗ് എ പ്രപ്പോസൽ ഫോർ മാരേജ് ടു ദ കൗണ്ട്സ് ഡോട്ടർ. സോ കൗണ്ട്സ് ഡോട്ടർ ആയിട്ടുള്ള ഒരു മാരേജിൻ്റെ ഒരു പ്രപ്പോസലായിട്ട് ഡ്യൂക്ക് ഇയാളോട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മെയിൻലി ഫോർ ദ സേക്ക് ഓഫ് ദ ഡൗറി ഷീ വിൽ ബ്രിങ്ങിങ്, എന്തൊക്കെയാണ് ഡൗറി ആയിട്ട് തരിക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഡിസ്കസ് ചെയ്യാണ്. ബിഫോർ ഗോയിങ് ഡൗൺ ടു മീറ്റ് ദ കമ്പനി അസംബിൾഡ് ദർ ഹീ ഡ്രോസ് aside a curtain from a canvas revealing to the envoy the portrait of his previous duchess. സോ താഴെ ഉള്ള ആളുകളെ പോയി മീറ്റ് ചെയ്യണതിന് മുന്നേ അങ്ങനെ എൻവോയ് ആയിട്ട് അവിടെ ഒരു എന്താ പറയുക ഒരു കേർട്ടൻ ഇങ്ങനെ നീക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ക്യാൻവാസിൽ അവിടെ ആളുടെ പ്രീവിയസ് ഡച്ചസ്, ആളുടെ മുന്നേ ആദ്യത്തെ ഭാര്യയുടെ ഒരു പോർട്രേറ്റ്, ഒരു പെയിൻറ്റിങ് അവിടെ കാണിച്ചു കൊടുക്കുകയാണ് ആർക്ക്, ഈ എൻവോയ്ക്ക്. ഹി ഗോസ് ഓൺ ടു നറേറ്റ് ദ ചില്ലിങ് ടെയിൽ ഓഫ് ദ ഫേറ്റ് ഓഫ് ലാസ്റ്റ് ഡച്ചസ്. സോ ആളിങ്ങനെ എന്താ പറയുക ലാസ്റ്റ് ഡച്ചസിൻ്റെ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്, അവരുണ്ടായിരുന്ന കാലത്തുള്ള ഓരോ സംഭവങ്ങൾ ഇങ്ങനെ പറയുകയാണ്. The Duke here delivers a tailored speech full of calculated phrases, pauses, etc.
ഒരുപാട് ആളുടെ സ്പീച്ച് പറയുന്നത് നല്ല കുറേ ഫ്രേസസും അങ്ങനെ പോസസൊക്കെ ഉള്ളൊരു അങ്ങനെ നിർത്തിയിട്ടൊക്കെ ആൾ പറയണത് നല്ല ഫ്രേസസൊക്കെ ഉള്ളൊരു സ്പീച്ചായിട്ടാണ് ആൾ സംസാരിക്കുന്നത് കേട്ടോ. എക്സെട്ര ഓൾ ഓഫ് വിച്ച് ആർ മെൻ ടു ഇംപ്രസ് ആൻഡ് മാനിപ്പുലേറ്റ് ദ ഓഡിയൻസ്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവോയിനെ ഇംപ്രസ് ചെയ്യുന്ന രീതിക്ക് ആൾ നല്ല നല്ല ഫ്രേസസ് എന്നൊക്കെ ആക്കിയിട്ട് പറയണത്. The character of the last Duchess is revealed in the description on the spot of joy in the lady's cheek. In contrast to Duke's character, she is described as a tender-hearted lady for whom even the slightest show of courtesy was enough to make her smile and blush. ഈ ഡ്യൂക്കിൻ്റെ പോലെ ആയിരുന്നില്ല ലാസ്റ്റ് ഡച്ചസ്. ആളുടെ മുന്നത്തെ ആ ഒരു ഡച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പൂവിനോട് പോലും ചിരിക്കും. എന്തുണ്ടെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ അവൾക്ക് പെട്ടെന്ന് അവൾ സ്മൈൽ ചെയ്യും, ബ്ലഷ് ചെയ്യും. എല്ലാവരോടും അവൾ ഭയങ്കര ഒരു പൂവിനോടും ചിരിക്കും. ഏതൊരു മനുഷ്യരെ കണ്ടാലും അവൾ ചിരിക്കും. ചെറിയൊരു കാര്യം മതി അവൾക്ക്, സ്ലൈറ്റസ്റ്റ് ആയിട്ട് കാര്യം വന്നാൽ തന്നെ അവൾ ബ്ലഷ് ചെയ്യും. സോ now the Duke with his inflated ego and a fiercely possessive nature could not bear her smiling at everyone looking everywhere. അപ്പോൾ അവൾ ആരെ കാണുമ്പോഴും എല്ലാവരുടെ എപ്പോഴും ചിരിക്കണം തോന്നും. ഇയാൾ പറഞ്ഞ കുറച്ചുകൂടി ഈഗോ ടൈപ്പായിരുന്നു. പിന്നെ ഒരു പോസിറ്റീവ് നേച്ചർ ആയതുകൊണ്ട് തന്നെ ആൾക്ക് ഇതൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. ഹിസ് പോസിറ്റീവ് നേച്ചർ ഇസ് അഗെയിൻസ്റ്റ് സ്ട്രെസ്ഡ് അപ്പോൺ ദ ലൈൻസ്. അപ്പോൾ ഇനി ആളുടെ ആ ഒരു പോസിറ്റീവ് ക്യാരക്ടർ കാണിക്കുന്ന ഒരു ഫൈൻ എക്സാമ്പിളാണ് ഇനി പറയാൻ പോകുന്ന ലൈൻ. സിൻസ് നൺ പുട്സ് ബൈ ദ കർട്ടൻ ഐ ഹാവ് ഡ്രോൺ ഫോർ യു ബട്ട് ഹീ ഈസ് ജെലസ് ഓഫ് ഈവൻ ദ പെയിൻറ്റർ ഹു പെയിൻറ്റഡ് ദിസ് പോർട്രേറ്റ് ആസ് ഹിസ് റിമാർക്സ് ആർ ടേക്കൺ ആസ് കോംപ്ലിമെൻറ്റ്സ് ബൈ ദ യങ് ഡച്ചസ്. അപ്പോൾ ഈ ലാസ്റ്റ് ഡച്ചസിൻ്റെ ഈ പോർട്രേറ്റ് ഉണ്ടല്ലോ, ഒരു പെയിൻറ്റിങ് അത് ചെയ്ത ആ ഒരു പെയിൻറ്ററോട് പോലും ഇയാൾക്ക് ഭയങ്കര ജലസിയാണ്. The Duke acknowledges that the Duchess loved him and smiled at him whenever he passed, but then who passed without much the same smile. What irritated him the most was the feeling that the lady with her easy smile and blushes was equating the Duke with his 900 years old name with everybody and everything. So ഇയാൾക്ക് ഇയാളെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റഡ് ആക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ആ ഒരു 900 years പഴക്കമുള്ള അവരൊരു പേരുണ്ടല്ലോ, ആ കുടുംബത്തിനൊരു പേരുണ്ടല്ലോ, അത് രണ്ടിനും ഇവിടെ ഈക്വലായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം ഇയാൾ വലുത്, ഇയാളെ മാത്രം അങ്ങനെ ഭയങ്കര ഇതായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായില്ല. എല്ലാത്തിനും ഈക്വലായിട്ട് എവ്രിബഡി എൽസ് ആൻഡ് എവ്രിതിങ്. എല്ലാവരും അവളെ ഒരേപോലെയാണ് ചിരിച്ചതും സ്നേഹിച്ചതും എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അതാണ് ആളെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റഡ് ആക്കിയത്. The Duke tries to create an impression of false modesty when he confesses that he lacks skill in speech. Burning with the jealousy and paranoid sort of possessiveness, the Duke decides to silence the Duchess once and for all, and all smiles stop together. അതിലൊരു ലൈനുണ്ട്, all smiles stop together. അതെന്താ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് അത്രയും ജലസ് കയറി ഭയങ്കര എന്താ പറയുക പോസിറ്റീവ്നെസ്സിൻ്റെ ഒരു എക്സ്ട്രീം ആയപ്പോൾ ഇയാൾ ഡിസൈഡ് ചെയ്യണം എന്ത്, ഡച്ചസിനെ സൈലൻസ് ആക്കുക, അവളെ എല്ലാ ചിരി നിർത്തുകയാണ്. ഓൾ സ്മൈൽസ് സ്റ്റോപ്പ് ടുഗദർ മീൻസ് അവളെ കൊന്നു എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ, മരിച്ചു. സോ ഇനി ആരോട് അവൾ ചിരിക്കരുത്. സോ അതാണ് ആൾ ദ ഡ്യൂക്ക് ഡിസൈഡ് ടു സൈലൻസ് ദ ഡച്ചസിനെ മൊത്തത്തിൽ അങ്ങോട്ട് സൈലൻസ് ആക്കാൻ തീരുമാനിക്കുന്നു. അതിൻ്റെ അർത്ഥം തന്നെ അവരെ വധിക്കാൻ തീരുമാനിക്കുകയാണ്, അങ്ങനെ കൊന്നു കളഞ്ഞു. ഹിസ് പേർപ്പസ് ഇൻ നറേറ്റിംഗ് ദിസ് tale of cold-hearted murder to the envoy is obviously to forewarn the envoy of the code of conduct that is expected from his second wife. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു എൻവോയുടെ അടുത്ത് ഈ ഒരു കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു സംഭവങ്ങൾ നറേറ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുൻകൂട്ടി വാൺ ചെയ്യണ പോലെ. കാരണം ഇനി വരാൻ പോണ സെക്കൻഡ് വൈഫ് ഇതേ രീതിക്കാണ് ബിഹേവിയർ എങ്കിൽ അവളുടെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും എന്നൊക്കെ ഒരു വാൺ ചെയ്യണ പോലെ. Then with a cool uninterestedness, he dismisses the thought of the young lady and turns to the question of dowry which he is expecting from the count whose daughter he is about to marry. സോ പിന്നെ അയാൾ ഭയങ്കര കൂളായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ടോപ്പിക് പോലെ ഈ ലാസ്റ്റ് ഡച്ചസിൻ്റെ കാര്യം അങ്ങനെ വിടുകയാണ്. എന്നിട്ട് പിന്നെ ഡൗറീനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. കൗണ്ടിൻ്റെ മകളെ നല്ല കല്യാണം കഴിക്കാൻ പോകണം, അപ്പോൾ അവരുടെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഡൗറീനെ പറ്റി ഇങ്ങനെ ചോദിക്കുകയാണ്. ഒപ്പം തന്നെ അയാളിങ്ങനെ പറയുന്നുണ്ട്, ഹി ഓൾസോ മേക്സ് ഇറ്റ് ക്ലിയർ ദാറ്റ് ഹി ഈസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ഡോട്ടർ ദാൻ ദ ഡൗറി. സോ ആളുടെ ഒരു ഹൈപ്പോക്രിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇവിടെ കാണിക്കുന്നത്, എനിക്ക് ഡൗറിയിലൊന്നും കാര്യമില്ല, ഡൗറിയൊന്നും താല്പര്യം, അതിലും ഇൻട്രസ്റ്റ് എനിക്ക് മകളോടാണ്. On the way down he shows a envy of a sculpture Neptune taming a seahorse. സോ അത് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു എന്താ പറയുക റയർ പീസ് ഓഫ് കളക്ഷനാണ്. ആൾക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, അതിലൊരു റയർ പീസാണ് ഈ നെപ്റ്റ്യൂണ് സീഹോഴ്സിന് ടൈം ചെയ്യണ ഒരു സ്കൾപ്ചർ.
Just as a spot of joy contains the essence of the last Duchess character, the statue of Neptune taming seahorse embodies the character of the Duke. ഈ നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത് ഇപ്പം നെപ്റ്റ്യൂണ് സീഹോഴ്സിന് ടൈം ചെയ്യണത് ഡ്യൂക്ക് ലാസ്റ്റ് ഡച്ചസിനെ ടൈം ചെയ്യണ ആ ഒരു അതിനെ കമ്പയർ ചെയ്യാണ്. അത് തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് നെപ്റ്റ്യൂൺ ടൈമിങ് ദ സീഹോഴ്സ്. അപ്പോൾ ഹി എക്സ്പെക്ട് ഹിസ് സെക്കൻഡ് വൈഫ് ടു സബ്മിറ്റ് ടു ഹിസ് വിൽ. അയാൾ പറയണ പോലെ അയാൾക്ക് വഴങ്ങി അയാൾ എന്താണ് പറയുന്നത് അതനുസരിച്ച് ജീവിക്കാനാണ് സെക്കൻഡ് വൈഫിന് സെക്കൻഡ് വൈഫ് അയാളോട് അങ്ങനെ പെരുമാറുമെന്നാണ് അയാൾ എക്സ്പെക്ട് ചെയ്യണത്. അതർവൈസ് ഓർ എൽസ് ഹി വിൽ ടൈം ഹെർ ലൈക്ക് നെപ്റ്റ്യൂൺ ടൈമിങ് ദ സീഹോഴ്സ്. ഈ സ്കൾപ്ചറുള്ള പോലെ നെപ്റ്റ്യൂൺ സീഹോഴ്സും ടൈം ചെയ്യുക പോലെ ഇയാൾ അവളെ മെരുക്കിയെടുക്കും. ഇനി അഥവാ ഇയാൾക്ക് ഇപ്പോൾ ലാസ്റ്റ് ഡച്ചസ് ബിഹേവ് ചെയ്യണ പോലെയാണ് ഇവളും ബിഹേവ് ചെയ്യണമെന്ന് വെച്ചാൽ ഇവൾ അതുപോലെ കൊന്നു കളയുന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. So the last line of the poem ends with a firm, the personal pronoun me, which once again reflects the Duke's egotism, which is in sharp contrast with the courteousness and politeness that he shows in dealing with the envoy. ലാസ്റ്റ് ഇത് പോയത്തിൻ്റെ ലാസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ പ്രൊനൗണിലാണ്, മീ എന്ന് പറഞ്ഞിട്ട് പേഴ്സണൽ പ്രൊനൗണിലാണ് എൻഡ് ചെയ്യുന്നത്. അതിൽ വെച്ചാൽ അതിൽ ഡ്യൂക്കിൻ്റെ ഒരു ഈഗോട്ടിസം കാണിക്കുന്നുണ്ട്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ഷാർപ്പ് കോൺട്രാസ്റ്റ് വിത്ത് എന്താ വെച്ചാൽ എൻവോടുത്ത് ഭയങ്കര പൊളൈറ്റായിട്ടും ഡീൽ ചെയ്യുമ്പോൾ ഭയങ്കര പൊളൈറ്റ് ഇതായിട്ടൊക്കെ കാണിക്കും. പക്ഷെ എന്നാലും അതിന് ഓപ്പോസിറ്റായിട്ട് ആളുടെ ഒരു ആ ഒരു ക്യാരക്ടർ ലാസ്റ്റ് ലൈൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.